ചേട്ടൻ ഇത്ര അത് സ്റ്റീലിന്റെ ചേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതുണ്ടോ? ചേട്ടന്റെ ഈ ഒരു എഫർട്ട് നിന്റെ വെള്ളച്ചക്ക ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ കണ്ട പ്ലാവിന്റെ അത്ര നീ കണ്ടിട്ടില്ലല്ലോ. വെള്ളച്ചക്ക കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞാ മതി. എന്നാ അത് വെള്ളച്ചക്കയായിരുന്നു. കൈ ഒടിഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നീ എന്നാ പണിയാടാ കാണിച്ച? കൈ കാണിച്ചാടാ. നീ ഏത് കൈയാ കൊണ്ട് വെച്ച? ഒടിഞ്ഞോ? ഒടിഞ്ഞോ കൈ? ഒടിയണ്ട ആർന്നു. എന്നാലേ പാഠം പഠിക്കുള്ളൂ. നിനക്ക് സത്യത്തി എത്ര ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല. ഇന്ന് എന്ത് കുക്കിങ്. അപ്പൊ ലോങ് വീഡിയോയിലും നമ്മൾ വ്യത്യസ്തമായ പല കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഒന്നിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കാണിച്ചു തരാവേ. അതിനു വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പകൽ എന്തൊക്കെ ചെയ്തു? അത് കഴിഞ്ഞ് നമ്മള് തറവാട്ടി വരെ പോയി ചാച്ചനെ കണ്ടു. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു, കുടിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനവിടെ പറമ്പിലൊക്കെ പോയി നോക്കി. ഒരു പ്ലാവില് ചക്ക ഉണ്ടായിരുന്നു. ചേച്ചി അടിച്ച് കാണിച്ചു തന്നു. പിന്നെ ചേട്ടൻ അതെടുത്ത് അതിന് ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചക്കച്ചോളക്ക് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ പറയട്ടെ, തീരെ കട്ടി കുറവാണ്. കൊത്ത പിഞ്ചാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി ആ ചക്ക അതുപോലുള്ള ചക്ക കളർ വെക്കില്ലേ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് കളർ വെക്കാത്ത ചക്കയായിരിക്കും, വെള്ളച്ചക്കയായിരിക്കും. വെള്ളച്ചക്ക ഉണ്ടോ? അല്ല, ഞാൻ ഇന്ന് വരെ വെള്ളച്ചക്ക കണ്ടിട്ടില്ല. വെള്ളച്ചക്ക ദൂരം ഉണ്ട്. അത് വെള്ളച്ചക്കയായിരിക്കും. എന്നാ ഒരു കുരു എടുത്തതിന്റെ പാട പോവാൻ നോക്കാൻ മേലായിരുന്നോ? ഇത് വലിയ വലിയ ശാസ്ത്രജ്ഞൻ പോകും പോലെ ചക്ക കിട്ടി എടുത്ത് തിന്നു നോക്കണുണ്ട്. അതിനുശേഷം ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇന്നൊരു വെള്ളച്ചക്ക കണ്ടിട്ടില്ല. വെള്ളച്ചക്കയുണ്ട്. കാളിയാറ് പണ്ടൊരു വീട് വാങ്ങി. ആ വീടിന്റെ മുറ്റത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു, വെള്ളച്ചക്കയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഓരോ വണ്ടിയിൽ എടുത്തിട്ടാണ് നമുക്ക് കൊണ്ട് വറക്കാറുന്നു. കനം കുറഞ്ഞതല്ലായിരുന്നോ? വറുത്താ സൂപ്പറായിരുന്നു. വൈകുന്നേരം പോണോ? വൈകുന്നേരം പോണോ ചക്ക എടുക്കാൻ? ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എടുത്തു. ചേച്ചിയോട് പറ വറക്കാൻ. ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വെള്ളച്ചക്ക ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ കണ്ട പ്ലാവിന്റെ അത്ര നീ കണ്ടിട്ടില്ലല്ലോ. വെള്ളച്ചക്ക കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞാ മതി. വെള്ളച്ചക്ക ഞാൻ കണ്ടിട്ടില്ല. എന്നാ അത് വെള്ളച്ചക്കയായിരുന്നു. കനം കുറഞ്ഞ വറുക്കാൻ സുഖമായിരുന്നു. സൂപ്പറായിട്ട് വറുത്ത് വെക്കായിരുന്നു. വറുത്ത് വെക്കായിരുന്നു. ഒരു കാര്യം, നാളെ ഞായറാഴ്ച, നാളെ പോകുമ്പോൾ എടുത്തുകൊണ്ട് വരാം. പഴുത്ത് നോക്കാം, പഴുക്കുമോ നോക്കാം. പഴുത്തിട്ട് അങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ പാവ് കട്ടാൻ പറ്റില്ല. 5000 ഇറക്കി കൊടുക്കാം. നാളെ പോയി ആ ചക്ക പോവൂലേ? ഇനി അതിന്റെ മണ്ടയിലില്ല. ഉണ്ടോ? അത് ഞാൻ അന്നേരം പറഞ്ഞ കുരുവിന്റെ പാട പോവോന്നൊന്ന് നോക്കാൻ. അത് ചുമ്മാ സ്റ്റൈലിന് വരച്ചതാ. ചോറ് തിന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞായിരിക്കും. ഞാൻ ചോറ് തിന്ന്. ആൻസേ, നീ എവിടെയാ? നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മഴ പെയ്യുവാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ പെയ്യും. ആ ചക്ക തന്നാ പിന്നെ അതിന്റെ പാട പോകുന്നൊരു കുരു നോക്കിയാ മതിയായിരുന്നു. പാട പോകി മൂത്തല്ലായിരുന്നോ? ചക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്നായിരുന്നു കുഴപ്പം?
ഈ ഉള്ള പൊട്ടന്മാരെയൊക്കെ വിടാതെ ഞാൻ തന്നെ നോക്കിയാൽ മതി. അയ്യോ പിന്നെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടൻ ഒരു കഷ്ണം ഇട്ടിട്ട് ചേട്ടൻ ഒരു കഷ്ണം ഒരു ചക്ക എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് അത് കൊള്ളൂല പ്രഖ്യാപിച്ചു. പിന്നെ ഞാനെന്തോ നോക്കാന്. അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും കേറി വന്ന് ഒരു വർഷം തിന്നെ. അങ്ങനെ ചേച്ചിയോട്ട് ഭയങ്കര വർത്താനം പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യമില്ല. ചേട്ടൻ പറഞ്ഞു കൊള്ളൂലെന്ന്. പിന്നെ ഞാൻ പറഞ്ഞെടുത്ത് തിന്നു നോക്കിയ ആളല്ലേ പറഞ്ഞത്. മൂത്തില്ല അഭിപ്രായം അറിയിച്ച്. ഇങ്ങനെ കാര്യ തൊഴിലേക്ക് പോയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് ചക്കയും കൊണ്ട് വരാം. ആ രാത്രിയില് ചേച്ചിയോടെ നടത്ത് വെക്കാൻ പറ. വറുത്ത് നോക്കാന്ന് പറഞ്ഞാ മതി. അപ്പൊ ചക്കയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ. വെള്ളച്ചക്ക ഞാൻ കാണാത്തോണ്ട് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല. വെള്ളച്ചക്ക അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മൾ വന്നത് ഈ ചക്ക കാണാനല്ല. ഇവിടെ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ അല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നോക്കാനാ. രണ്ടിൽ കൂടുതലും ഉണ്ട്, ഒന്നിൽ കൂടുതലും ഉണ്ട്. എടാ ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ട് വാടാ പയ്യ. നമുക്ക് കുക്കറിൽ നിന്ന് തുടങ്ങാട്ടോ. അതൊരു വലിയ കുക്കറ്, ഇതൊരു ചെറിയ കുക്കറ്, ഇത് വേറൊരു കുക്കറ്. ഈ കുക്കറിനകത്ത് നമ്മൾ ഇന്ന് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയതാണ് കേട്ടോ. ചാച്ചിന് വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷെ ചാച്ചന് ഒരു സ്പൂണേ കഴിച്ചുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒന്നിൽ കൂടുതൽ 2 കപ്പ് ഒരേപോലെ ഇരിക്കുന്നു, ഇരട്ടകൾ. പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല, മിക്സിയുടെ ജാറാണല്ലേ. പിന്നെ ഇതൊരു പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ. പിന്നെ ഇത് ഒന്നിൽ കൂടുതൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ട് കേട്ടോ. ഇത് 1. അപ്പൊ നമ്മുടെ ഈ ചീനിച്ചട്ടി കണ്ടോ, അതൊന്ന്, ഇതൊന്ന്, അത് ചായപാത്രം, അതൊന്ന്, ചീനിച്ചട്ടി ഒന്നിൽ കൂടുതല്. പിന്നെ ഇത് നോക്കിക്കേ, ഉരുളിയാണ് കേട്ടോ. ഉരുളി 1 2 3 4 ഡോറിന് ഫ്രിഡ്ജിനകത്ത് അതേപടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓട്ടപാത്രമാണ് കേട്ടോ. നോക്ക്, ഈ ചോറൊക്കെ വറക്കുന്ന പാത്രമാണ്. 4 ഉണ്ട്. 1 കഞ്ഞി വെച്ചിട്ടില്ല. അതെന്തിയാടാ? അതോ ഇരിക്കുന്നു ചേട്ടാ. അതിന്റെ മുകളിലേക്ക് കത്തി വെച്ചേരെ. 4 അതെല്ലാം എടുത്ത് കൊടുത്തേ. അത് 4. പിന്നെ ചീനിച്ചട്ടി ഇതേ ഇരിക്കുന്നു, അതൊരെണ്ണം. ആ ചേട്ടന് ഇത്ര, അത് സ്റ്റീലിന്റെ. ചേട്ടന് ഇത്ര കഷ്ടപ്പെട്ട് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതുണ്ടോ. ചേട്ടൻ്റെ ഈ ഒരു എഫർട്ട് നിങ്ങളതിന് കാണാതെ പോകരുത് കേട്ടോ. പിന്നെ മീൻ നന്നാക്കണ കത്രിക. പിന്നെ ഇത്ര നേരം കണ്ടതിലെല്ലാം ചെറുത് വലുതല്ലായിരുന്നു. കറക്റ്റ് ഒരേ സൈസിൽ ഒരേപോലെ ഇരിക്കണത്. ദേ ഇരട്ട, 2 പേര് ഇരട്ടകള്. കത്രിക സിസേഴ്സ് നടാ. ഇനി എന്നാ ഉള്ള ചേട്ടാ നമുക്ക്? പാന് നമുക്ക് 3. ഇതൊന്ന്, അതൊന്ന്. പിന്നെ നമുക്ക് പുട്ടുംകുറ്റിയുണ്ട്. പിന്നെ നമുക്ക് കഞ്ഞി വെക്കണ കലം ഒരേപോലത്തെ 2 ഇല്ലേ, അത് മൂടി വെച്ചേക്കും 1. അത് 2 കൂടെ ഇങ്ങടുത്തെ. കാണാൻ നല്ല രസം. ഇരട്ട പറ്റ അളിയന്മാരെ പോലെ ഉണ്ടല്ലേ. കാണിച്ചേ. ഇരട്ട പറ്റ അളിയന്മാര്, 2 കലങ്ങള്. എന്നാ പിന്നെ എന്നാ ഉള്ളത് നമുക്ക്? 2. എന്നാ പുട്ടുംകുറ്റി 2 ഇല്ലേ ചേട്ടാ? ഇതായിരിക്കുന്നു. പിന്നെ ഇത് അതെ, അത് പറഞ്ഞ അത് മുകളിലേക്ക് തന്നെ വെച്ചേരെ. പിന്നെ അപ്പച്ചമ്പ്, ഈ 2. അതുകൂടാതെ ഇങ്ങോട്ട് നോക്ക്, ഏറ്റവും മുകളിലേക്ക് നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ. 1. ചായപാത്രം മുകളിൽ 1. ചേട്ടന്റെ കയ്യിൽ 1. പിന്നെ നമ്മൾ എപ്പോഴും ചായ ഉണ്ടാക്കുന്ന ഇത് 1. ഇത് പഴയ ഫ്രിഡ്ജിന്റെ മുട്ട ട്രേ ആണ് കേട്ടോ. എന്നാലും അതും 2. ഉരുളി
ഇത് കണ്ട ഇടികല്ല്, നമ്മളിപ്പോൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടികല്ല് ഇത് ഒരെണ്ണം. പിന്നെ ഇത് അടിയിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ഇടികല്ല് ഒരെണ്ണം. ഇത് പിന്നെ 6 എണ്ണം ഉണ്ട് കേട്ടോ. ഈ ഒരേ കുപ്പി തന്നെ നമുക്ക് 6 എണ്ണം ഉണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം വെക്കുന്ന ഒരു കുപ്പിയാണ് കേട്ടോ ഇത്, 6 എണ്ണം. പിന്നെ ഈ ഒരു ചോറ്റുപാത്രം കേട്ടോ, ഈ ഒരു ചോറ്റുപാത്രം 2 എണ്ണം. പിന്നെ ആൻസിന് ചോക്കോസിൻ്റെ കൂടെ കിട്ടിയ ഗ്ലാസ് 2 എണ്ണം. ഇതൊന്നുമല്ല, നമുക്ക് 3 മിക്സി ഉള്ള കാര്യം നിങ്ങൾക്കറിയാവോ? ഒന്ന് ഈ ഒരു മിക്സി നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന, ഒന്ന് നമ്മൾ കടയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിക്സി, പിന്നെ ഇതായിരിക്കുന്നത് ഒരു മിക്സി. ഇതൊരു മിക്സിയാണ്. ഇത് ചേട്ടൻ സൗദിയിൽ നിന്നും കൊണ്ടുവന്ന മിക്സിയാണ്. ഈ വീട് പണിതിട്ട് അല്ലേ ചേട്ടാ, ഈ വീട് പുതിയതായിട്ട് പണിത് കഴിഞ്ഞപ്പം ഈ വീട്ടിലേക്ക് ചേട്ടൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ മിക്സി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനത് നോക്കിയിട്ടുമില്ല. സാധാരണ പോലെ അടിയിലൊരു 3-4 ബട്ടൺ ഉണ്ടല്ലോ, ഒരു റെഡ് ഉണ്ടല്ലോ. ഓ, അതൊരു ദിവസം എടുക്കണം കേട്ടോ ചേട്ടാ. വർക്ക് ചെയ്തിട്ട് ഒത്തിരി നാളായി, 2 കൊല്ലമായി ഞാൻ വന്നേ പിന്നെ അത് വർക്ക് ചെയ്തിട്ടേ ഇല്ല. പോകും അങ്ങനെ ഇരുന്നാൽ. എത്ര രൂപ ചേട്ടാ അത്? അതിൻ്റെ പേരെന്നാ ചേട്ടാ മിക്സിയുടെ? ജ്യൂസർ ബ്ലെൻഡർ സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ നാഷണൽ മിക്സി. ഇനിയിപ്പോൾ ഇതിലാകെപ്പാടെ ഉള്ളത് ഈ ഒരു ജാറ് മാത്രമേ ഉള്ളൂ. ഇതിന് അടപ്പൊന്നുമില്ല ചേട്ടാ ഈ ജാറിന്? ജാറാണോ? ആ, ഇതിൻ്റെ അടപ്പ് എന്തിയാ? അവിടെ ഉണ്ടോ? ആ, ഓർണോടെ ഉണ്ടല്ലേ. ഏത്? ഇതാണ് ഒറിജിനലാ? ആ മിക്സിങ് എടുത്ത് നമുക്ക് നോക്കാം. ഞാൻ കണ്ടിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല. അതാ ഇതും 2 എണ്ണം, ഈ ഒരു പാത്രവും 2 എണ്ണം. ആ മിക്സി അതിൻ്റെ ജാറും എടുത്ത ചേട്ടാ. അതിൽ എണ്ണയുണ്ട് കേട്ടോ, അത് ഞാൻ തല തേക്കാൻ വെച്ചിരിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ. അടിച്ചു മാറ്റിയതല്ല, അതെടുക്കാതെ ഞാൻ വെച്ചിരിക്കുന്നതാ. അതോടെ വയ്ക്ക. ഓ, ഇത് വർക്ക് ചെയ്തിട്ട് കുറേ നാളായി. വന്നേ പിന്നെ ഇത് എടുത്തിട്ടില്ല. എടാ തുടയ്ക്കാനായിട്ട് സാധനം കൊണ്ടുവന്നേടാ, സാധനം കൊണ്ടോ? അതുകൊണ്ട് 3-4 എണ്ണം ഉണ്ടല്ലോ. ഇത് ചേട്ടൻ വേറെ വാങ്ങിയതാണോ? ഇത് പണ്ട് ഇതുകൊണ്ട് വലിയ ആ ഗ്ലാസിന്റെ കൂട്ടുണ്ട്. ആ, ഈ ഗ്ലാസ്, അതാ ഈ ഗ്ലാസ്സാ ഇതിന്റെ ഒറിജിനല്. നല്ല ഗ്ലാസിന്റെ ജാറ്. എടാ ഒരു മയത്തിനൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സാധനം ഇടുന്നു, എന്നിട്ടുള്ള ഇതും കയറ്റി ഇങ്ങനെ പിടിപ്പിക്കാം. എന്നിട്ട് ഇങ്ങനെ സാധനം ഇട്ടിട്ട് ഇങ്ങനെ തന്നെ കാണിച്ചു തുറന്നോ? ആ, തുറന്നു. ഇതിനകത്തേക്ക് ഇടുക, പൊടിക്കാനുള്ള എന്ത് വേണം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇടുക. ഫിറ്റാക്കി ജന്മം ചെയ്ത തള്ളി പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? ലീക്ക് ആവത്തില്ല, തള്ളി പോരത്തില്ല. ആ, വെച്ചില്ല, ഞാനൊന്ന് വെക്കട്ടെ. ഓക്കെ, വെച്ചു. ഇതിന്റെ വലുതുണ്ട്, ഇത്ര പൊക്കമുള്ളത്. അതെന്ത്? ഇത്ര ഹൈറ്റ് ഉള്ളത്, അത് കണ്ടില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും പോയപ്പോൾ എല്ലാം എടുത്തോണ്ട് പോയി കൊടുത്ത്, ജാറ് മൊത്തം കൊണ്ടുപോയി. അപ്പം ഈ മിക്സി ഇവിടെ ഇരിക്കുന്നില്ലായിരുന്നോ? അത് കൊണ്ടുപോയില്ല. ചേട്ടൻ വല്ല അടിച്ചു കുടിച്ചോട്ടെ നിർത്തായിരിക്കും, ഒരു ചമ്മന്തി അരച്ച് കഞ്ഞി കുടിച്ചോട്ടെ നിർത്താൻ ചേട്ടൻ. ജ്യൂസറും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഓ, ഇതിങ്ങനെയാ. 1 2 3 4. ഇത് പൾസ് ചെയ്യുന്ന കേട്ടോ. 1 ഉള്ളൂ ഇതിന് സത്യത്തിൽ ചേട്ടാ, ഇതിന് 1 ഉള്ളൂ സത്യത്തില്. അതിലാ കറങ്ങണേ. പിന്നെ അത് പ്രസ് ചെയ്യണ ജ്യൂസറാ, അത് ജ്യൂസ് അടിക്കുന്ന, അത് എല്ലാം എഴുതിയിട്ടുണ്ട് ചേട്ടാ, ജ്യൂസറാ അത്. പിന്നെ ഇത് പൾസ് ചെയ്യുന്നതാ. നമ്മള് സാധാരണ ഇതിനകത്തൊക്കെ ഇങ്ങോട്ടിങ്ങനെ പൾസ് ചെയ്യുമല്ലോ, ഇങ്ങോട്ടൊന്ന് പൾസ് ചെയ്ത് വിട്ടും. ഇത് കണ്ടോ, ഇങ്ങനെ പൾസ് ചെയ്യും. പക്ഷെ ഇതിന് 1 2 3 എന്നും പറഞ്ഞുണ്ട്.
പക്ഷെ ഇതിന് അങ്ങനെ ഇല്ല. ഈ ഒന്നിലടിച്ചാൽ തന്നെ നന്നായിട്ട് അരയും. അതൊക്കെ പിടിപ്പിക്കാനുള്ള സെറ്റ് എന്നെ പിടിപ്പിക്കാനാ ചേട്ടാ? ആ മുകളിൽ ആ ഇരിക്കുന്ന സാധനം എല്ലാം പിടിപ്പിക്കാനുള്ള. ഏതാ? ആ ഇതിന്റെ ജ്യൂസർ അതിന്റെ ഇതൊന്നും കണ്ടില്ല. ആ ഇപ്പൊ കുത്തണ്ട, വേണ്ട വേണ്ട, കറങ്ങൊക്കെ ചെയ്യും. ഒന്നും ഇല്ലാതെ ഒന്നും കുത്തണ്ട. ഇത് പൾസ് ചെയ്യണതാ. സംഭവം സൂപ്പറായിരുന്നു അല്ലേ ചേട്ടാ? മേടിക്കാൻ കിട്ടും, ഈ ചില്ല് മേടിക്കാൻ കിട്ടും. ഇതുകൊണ്ട് ഇപ്പൊ കിട്ടുവോ? ഇപ്പൊ കിട്ടും, എറണാകുളത്തൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഷോറൂം കാണും, ചോദിച്ചാൽ അറിയാം. അത് നല്ല വെയിറ്റ് ആണ്. ഇത്ര സാധനം ഉണ്ട്, ചില്ലാകുമ്പോ നല്ല വെയിറ്റ് അല്ലേ? നല്ല വെയിറ്റാ. ഇതൊക്കെ 2000 ഇറങ്ങിയ നാഷണലിന്റെ ഒറിജിനൽ സെറ്റാണ് ഇത്. ഇത് ഇന്ന് വരെ കംപ്ലൈന്റ് വന്നിട്ടില്ല, അതാണ് ഏറ്റവും വലിയ ഇത്. 2000 ഞാൻ 2011 വാങ്ങിയ മിക്സി കേടായി പോയിട്ട് കൊടുത്തു. 2013 വാങ്ങിയ മിക്സി കേടായി പോയിട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് വാങ്ങിച്ചത്. ഇതിന് ഇത് ഞാൻ കാണിച്ചു തുടച്ചില്ലല്ലോ. നീ ഞക്കണ്ട, പപ്പ ഞക്കിക്കോളും. കണ്ടീഷനാ. കൈ പോവൂലേ? കൈ പോവൂടാ. നീ എന്നാ പണിയാ കാണിച്ചേ? കൈ ഒടിഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നീ എന്നാ പണിയാടാ കാണിച്ചേ? കൈ കാണിച്ചാടാ. നീ ഏത് കൈയാ കൊണ്ട് വെച്ച? ഒടിഞ്ഞോ? പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. അങ്ങനെ വെക്കരുത് കേട്ടോ. ഇതിന്റെ ഇടയ്ക്കേക്ക് അങ്ങ് കേറും കയ്യ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങ് കേറിയാ നീ എന്ത് ചെയ്യും? അവിടെ വെച്ച് ഒടിഞ്ഞൊടിഞ്ഞങ്ങ് പോകും. ചേട്ടൻ വല്ലാതെ ആയി പോയി. എന്നാ ഒന്നും മിണ്ടാത്തെ? BP കൂടി വേർത്ത്. ഇങ്ങനെ ചില കാര്യത്തിന് ചെറുക്കനുണ്ടല്ലോ, സംഗതി ഉണ്ടല്ലോ, ഒരു നോട്ടമില്ല. അത് അടി കിട്ടുമ്പോഴേ, ചൂടുള്ള അടി കിട്ടുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ എന്തെങ്കിലും ആവശ്യം കൈ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ വെച്ച ഈ സാധനം ഇതിന്റെ ഇടയ്ക്കേക്ക് കേറി പോകും. കേറി അവന്റെ കൈക്ക് വണ്ണയില്ലല്ലോ. നീ എന്ത് പരിപാടിയാടാ ചെയ്തത്? നീ എന്ത് പരിപാടിയാ ചെയ്തേ? ഒടിഞ്ഞോ കൈ? ഒടിയേണ്ട ആണെന്നോ, എന്നാലേ പാഠം പഠിക്കുള്ളൂ. നിനക്ക് സത്യത്തി എത്ര വയസ്സായി? ഒരു ബോധം ഇല്ലാത്ത കൊച്ച. അങ്ങനെ ചെയ്യണോ? കൊള്ളില്ല കേട്ടാ. ഇനി പോയി വല്ല മിക്സിയിലും പോയിട്ട് ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ല. അയ്യോ, 2 വർഷം കൂടിയാ ഈ മിക്സി നമ്മളിന്ന് പ്രവർത്തിപ്പിച്ചത് അല്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിതാ ഇതുപോലെ കുറേ പാത്രങ്ങളുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ സ്വാഭാവികം ഒരുമിച്ചൊക്കെ വാങ്ങിയതാണെന്നൊക്കെ ഓർക്കാം. ഇതുപോലത്തെ ഒരേ പാത്രങ്ങൾ, ഇതൊക്കെ ഡിസൈൻ വേറെയാണ്, ഒരേ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒരേ പാത്രങ്ങളാണ്. പിന്നെ നമുക്ക് ഒരേ പാത്രമുള്ള ഏതാടാ? നമ്മൾ അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് സ്റ്റാൻഡാണ്. അത് ഒരേപോലെ ഇരിക്കുന്നതാ. അത് പിന്നെ ഒരുമിച്ച് വാങ്ങിയതായത് കൊണ്ട് ഒരേപോലെ ഇരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതാ ഒരേപോലെ ഇരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഇട്ടാ. ഇപ്പോഴും പൊട്ടിക്കാതെയൊക്കെ ഇതിനകത്ത് ഓരോ ഗ്ലാസും കപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇതൊക്കെ ഒന്ന് നോക്കിക്കേ, എടുത്ത് നോക്കിക്കേ. ഇതൊന്നും എടുത്തിട്ടേ ഇല്ല എന്ന് തോന്നണം. അതെന്നാ കപ്പ ചേട്ടാ? കാണിച്ചേ. ഇത് ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ്. ഇതിന്റെ ഒരെണ്ണം ഞാൻ ചായ കുടിക്കുന്ന കേട്ടോ. അല്ല, വെള്ളം കുടിക്കാൻ എടുത്തിരിക്കുന്നത്. അത് കാണിച്ചേ. ഓ ചേട്ടാ, ഇത് സെയിം ആണല്ലോ ചേട്ടാ. അതെ, ഓ ഇത് സെയിം ആണല്ലോ. ഇതാ അത് ഞാൻ എടുത്തതാടാ. അതെ, ഒരു കപ്പ്. ഇത് 2.5 ജൂബിലിയാ. ഇത് ആരാ? ഒരു അച്ഛന്റെ മുഖമാണല്ലോ. ചെറിയാൻ പുതുശ്ശേരി CST, ലിറ്റിൽ ഫ്ലവർ പ്രോവിൻസ്.
ഗോരഖ്പൂര് ആ, ഇതാ. അത് മറ്റേ ആ ചേച്ചി കൊണ്ടുവന്നായിരിക്കൂല്ലേ സിസ്റ്റർ. ഒരു സിസ്റ്റർ തന്ന കാണിച്ചടാ. അതൊന്നും ഒരു ചേട്ടൻ എടുത്തിട്ടില്ല. എന്നാ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. എടാ ഇത് തിരിച്ചു വെക്കടാ. വെളിയിലെടുത്ത് വെച്ച് പിന്നെ അതിന്റെ കളറ് ഭംഗി കളയണ്ട. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അമർത്തി വെച്ചേക്കാം. അതിനിപ്പോ എന്തിനല്ലേ കവറിലിരിക്കണേ. എന്നാ അത് അടുക്കി വെച്ചേരെ, കളയല്ലേ. പിന്നെ ഒരേപോലെ ഒരേപോലെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നോക്ക്. നമ്മള് രണ്ടുപേരും എന്നാ പറഞ്ഞേ. ശരി. ഇവനെ ഒരേപോലെ ഇരിക്കുന്നു. നിങ്ങളെ കാണിച്ചുതരാം, ഒരു കാര്യം കാണിച്ചുതരാം. ഇങ്ങോട്ട് നോക്കുന്നത് ഒരേപോലെ 3 വാഴക്കൊല, കുഞ്ഞു വാഴക്കൊല. അതിനകത്തത് ഈച്ച വരെ വന്നു തുടങ്ങി. വാഴപ്പഴം പഴുത്ത്, ഇവിടെ പഴമല്ലായിരുന്ന പഴുത്ത് പോകുക. അടുത്ത വീട്ടിൽ കൊടുക്കാൻ എല്ലാവർക്കും ഷുഗറാ. മുട്ട എടുത്ത് വെക്കേ. എന്റെ കുഞ്ഞാപ്പൂനെ ഉവാവ് പിടിച്ചേക്കുവാന്ന്. എന്റെ കുഞ്ഞാപ്പൂനെ ഞാനിവിടെ കയറ്റി. അത് പട്ടിത്തീറ്റ കിട്ടുന്നതാ. എന്റെ കുഞ്ഞാപ്പൂനെ ഉവാവ് പിടിച്ചിട്ട് മരുന്നും കൊടുത്ത് എന്റെ കുഞ്ഞാപ്പൂന് ഞാൻ തീയും കത്തിച്ചു കൊടുത്ത് ഇരുത്തിയേക്കും. എന്റെ കുഞ്ഞാപ്പൂനെ ഉവാവ് വന്നേ. എന്നാടാ വിച്ചോടാ വിച്ചോ. ഒരു മഴ നനഞ്ഞതാണ് ഇവന് പനി വന്നത്. അവനെ ഞാൻ ഇവിടെ അടുപ്പഞ്ചോട്ടിൽ തീയൊക്കെ കത്തിച്ചിട്ട് അവന് ഞാൻ അതിൻ്റെ അടുത്ത് ഇരുത്തിയേക്കുമായിരുന്നു. ചൂടൊക്കെ കിട്ടട്ടെ മോനെന്നും പറഞ്ഞ്. ചൂട് കിട്ടിയപ്പോഴാണ് അവൻ ഇച്ചിരിയെങ്കിലും അതൊന്ന് ഓക്കെ ആയത്. കുണ്ടവാസു ഇതുപോലെ പനി വന്ന് കുണ്ടവാസു മരുന്ന് കൊടുത്തെങ്കിലും കുണ്ടവാസു ചത്തുപോയി. പാവം. ഇതേ ഒരുപോലത്തെ ഓഫാക്കി വെച്ചിട്ട് പോട്ടെ. അപ്പൊ നമ്മളിവിടെ വീഡിയോ അതിന്റെ പേയാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോയില്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുവാണ്. തകർത്ത് തരിപ്പണായിട്ട് പെയ്യുക. നല്ല രസമുണ്ട്. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബിസിനസ് ഡ്രീംസ്. ബൈ.